കൊല്ലം കിളികൊല്ലൂരിൽ ഭാര്യയെ ഭർത്താവ് ഗ്യാസ് കുറ്റികൊണ്ട് തലക്കടിച്ചു കൊന്നു. ഭാര്യ കവിതയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് മധുസൂദനൻ പിള്ളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയാണ് സംഭവം. കൊല്ലത്ത് നിന്ന് അരുൺരാജാണ് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. നിർഭാഗ്യകരമായ സംഭവമാണ്. മകളുടെ മുന്നിൽ വെച്ചാണ് അച്ഛൻ അമ്മയെ തലക്കടിച്ചു കൊല്ലുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പ്രകോപനമായി മാറിയത്? ക്രിസ്ത്യൻ, നമ്മൾ ഈ കൊലപാതകം നടന്ന വീടിന് മുൻവശത്താണുള്ളത്. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷമാണ് ഈ വീട്ടിൽ ഇത്തരത്തിൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ പ്രശ്നങ്ങൾ ഒടുവിൽ വലിയ രീതിയിൽ അക്രമാസക്തമാവുകയും ഒടുവിൽ ഈ ഗ്യാസ് കുറ്റികൊണ്ട് ഭർത്താവ് മധുസൂദനൻ പിള്ള ഭാര്യ കവിതയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഈ സംഭവം നടന്നതിന് പിന്നാലെ പോലീസ് ഇവിടെ നിന്ന് ഈ മധുസൂദനൻ പിള്ളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വൈദ്യപരിശോധന നടന്നു വരികയാണ്. ഈ മൃതദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ കൊണ്ടുപോയിട്ടില്ല. പോലീസിന്റെ കാവൽ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഈ സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കുടുംബപരമായ പ്രശ്നങ്ങളാണ് ഈ രാവിലെ വരുന്ന ഒരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ഒരു കൊലപാതകം. കൊല്ലം കിളികൊല്ലൂരിൽ ഭാര്യയെ ഭർത്താവ് ഗ്യാസ് കുറ്റി കൊണ്ട് തലക്കടിച്ചു കൊന്നുവെന്ന വാർത്തയാണ്. കുടുംബ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ നിലനിന്നിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഭാര്യ കവിതയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് മധുസൂദനൻ പിള്ളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ നടന്ന ഈ സംഭവത്തിൽ ഇയാളെ വൈദ്യപരിശോധനയ്ക്കായി ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണെന്നാണ് അരുൺരാജ് കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺരാജ് ഇപ്പോൾ ആ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ വീട്ടിലെ ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളൊന്നും അവർക്കില്ല. കുടുംബ വഴക്കാണ് കാരണം. ഇനി എന്തിൻ്റെ പേരിലായിരുന്നു ഈ കുടുംബ വഴക്ക്? ഇത് സ്ഥിരമായി ഉണ്ടായിരുന്നതാണോ? ഗ്യാസ് കുറ്റിയൊക്കെ എടുത്ത് തലക്കടിച്ചു കൊല്ലാൻ മാത്രം എന്തായിരുന്നു അവിടെയുള്ള പ്രശ്നങ്ങൾ? ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. അരുണെ, നമ്മൾ ആ വീടും പശ്ചാത്തലവും ഒക്കെ കാണുമ്പോൾ സാമ്പത്തികമായ യാതൊരു പ്രശ്നവും അവർക്കുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ സാധിക്കുന്നത്. പിന്നെ എന്തായിരിക്കാം ഇത്തരത്തിലൊരു കുടുംബ വഴക്കിന് കാരണം? എന്താണ് കാര്യങ്ങൾ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ക്രിസ്റ്റീന. കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരാളല്ല. കാരണം നാട്ടിൽ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനും നാട്ടിലെ എല്ലാവർക്കും ഉപകാരിയൊക്കെയാണ് മധുസൂദനൻ പിള്ള. അങ്ങനെ മറ്റു പ്രശ്നങ്ങൾ ഇരുവർക്കും ഇടയിൽ ഉണ്ടായതായി നാട്ടുകാർക്കോ മറ്റുള്ളവർക്കോ അറിയില്ല. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പെട്ടെന്ന് പ്രകോപിതനായി ഈ ഭാര്യയെ ഈ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് നാട്ടുകാരോടക്കം ഈ പോലീസും അടക്കം പ്രാഥമികമായി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ എന്താണ് ഈ കൊലപാതകത്തിലെ അടക്കം നയിച്ചത്, അതിൽ കാര്യത്തിൽ ഒരു വ്യക്തത പൂർണ്ണമായി ഇപ്പോൾ പോലീസിനൊന്നും കൈവന്നിട്ടില്ല. എന്തായാലും മധുസൂദനൻ പിള്ളയെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയുള്ളൂ. അല്പസമയത്തിനകം തന്നെ ഈ കവിതയുടെ മൃതദേഹം അത് ഇവിടെ നിന്ന് കൊണ്ടുപോകും. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടി അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ നിലവിൽ നമ്മൾ ഈ കാണുന്ന ആ വീട് പരിസരം ഈ സാമ്പത്തിക പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം നമ്മളോട് വ്യക്തമാക്കുന്നത്. ഈ ഇവിടെ നാട്ടുകാരടക്കം നിരവധി പേർ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇവിടുത്തുകാരാണോ? അറിയാം. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് അറിയത്തില്ല. നാട്ടിൽ നല്ല ഒരു പൊതുപ്രവർത്തകനും ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ പരിപ്പിന്റെ ബിസിനസ്സും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളോ അങ്ങനെയുള്ള യാതൊരു ഒരു സംഗതികളും ഇല്ല. കാണുമ്പോഴൊക്കെ വളരെ സൗഹാർദ്ദവും എല്ലാവർക്കും നല്ലൊരു സംവിധാനം, പൊതുപ്രവർത്തനത്തിന്റെ നില നല്ലൊരു പ്രവർത്തനം ഒക്കെയാണ്. രണ്ടുപേരെ അറിയാം. അവരുടെ ഭാഗത്തൊന്നും വലുതായിട്ടൊന്നും നമ്മളെ നാട്ടുകാരൊന്നും ഒരു കേട്ടിട്ടില്ല. ഞെട്ടലുണ്ടാക്കുന്നു അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. എല്ലാരും പേടിച്ചു. നാട്ടുകാരനാണോ? കുഴപ്പമൊന്നും പറഞ്ഞതുപോലെ തന്നെ അയൽക്കാരാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ സംഭവമൊന്നുമില്ല, എല്ലാം ഉണ്ടായിട്ടില്ല. നമ്മൾ രാവിലെ അറിയുന്നത്. രാവിലെ താഴ്ചയിൽ മെനങ്ങാതെ ഞങ്ങളിവിടെ വന്നതാ. ഭാര്യയും ഭർത്താവായിട്ട് ഞങ്ങൾ ഇലക്ഷൻ പ്രമാണിച്ച് ഇവിടെ വന്നു. വോട്ടൊക്കെ ചോദിച്ചു പോയപ്പോൾ ഇറങ്ങാന്നൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഭാര്യയും ഭർത്താവുമായിട്ട് സന്തോഷിച്ചിരുന്നതാ. നല്ല സ്നേഹം. ഇത് സംഭവിച്ചെന്ന് ഞങ്ങൾ ഞെട്ടുണ്ടാക്കി. ഞങ്ങൾക്ക് രാവിലെ ഇനിക്കുന്നത് തന്നെ ഇത് രാത്രി ഇതാണ്. അതായത് പല ഫാമിലി പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതേ കണക്ക് സംഭവിക്കാൻ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു ദുരന്തമാണ്. അരുൺരാജാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇതുവരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തങ്ങളും ഞെട്ടലിലാണെന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.